ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് ടുവിൻ്റെ നോൺ ഫോക്കസ് ഏരിയ പോയിൻറ്റ്സുകളാണ്. അതിലെ ചാപ്റ്റർ 1 സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നോൺ ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളോട് സോളിഡ്സിനെ കുറിച്ച് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്റ്റലൈൻ സോളിഡ്സ് സ്പെസിഫിക് ആയിട്ട് ആ ഫോക്കസ് ഏരിയ പോയിൻറ്റ്സിൽ പറയുന്നില്ല. പക്ഷേ മിക്കവാറും എല്ലാ ടീച്ചേഴ്സും ഈ ക്ലാസിഫിക്കേഷൻ നോൺ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താതെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുക. ഇതിന്ന് സാധാരണ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: അയണിക്, കോവലൻറ്റ്, മോളിക്കുലാർ ആൻഡ് മെറ്റാലിക് സോളിഡ്സ്. അതിൽ മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. അപ്പോൾ അത് പ്രധാനമായിട്ട് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുമൊക്കെയാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 2 സ്കോറിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിലാണെങ്കിൽ ഒരു ടേബിൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് വേണ്ട എല്ലാ പോയിൻറ്റ്സും ആ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനകത്തുണ്ട്, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ഫോമിൽ അതൊന്ന് നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പഠിച്ചിരിക്കണം. അതിൽ 4 ടൈപ്പ് സോളിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തുള്ള പാർട്ടിക്കിൾസ് ആരാണ്, ബോണ്ടിങ് ഏത് ടൈപ്പ് ബോണ്ടിങ് ആണ്, അതിൻ്റെ ഫിസിക്കൽ നേച്ചർ എന്താണ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്താണ്, മെൽട്ടിംഗ് പോയിൻറ്റ്, ദെൻ എക്സാമ്പിൾസിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരെ എല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാലും ഈ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കുക. ദെൻ അയണിക് സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. അവിടെയുള്ള ബോണ്ട് അയണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. നേച്ചർ പറയുകയാണെങ്കിൽ ഹാർഡ് ആൻഡ് ബ്രിട്ടിലാണ്. ഇൻസുലേറ്റേഴ്സ് ആണ്. നോർമൽ വേയിൽ ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷേ മോൾട്ടൻ സ്റ്റേജിലോ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേജിലോ അത് കണ്ടക്റ്റീവ് ആയിരിക്കും. മെൽട്ടിംഗ് പോയിൻറ്റ് വെരി ഹൈ ആണ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ് തുടങ്ങിയവയൊക്കെയാണ്. ദെൻ അടുത്ത രണ്ടാമത്തെ കോവലൻറ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആറ്റം ആണ്. ആറ്റങ്ങൾ തമ്മിൽ കോവലൻറ്റ് ബോണ്ടാണ്. വളരെ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. എന്നാൽ വളരെ റെയർ ആയിട്ട് ചില കോവലൻറ്റ് സോളിഡ്സുകൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാം. സോഫ്റ്റ് ആയിട്ടുള്ളവരുടെ പ്രത്യേകത കണ്ടക്റ്റീവും ആയിരിക്കാം. എക്സാമ്പിൾ ഗ്രാഫൈറ്റ്. അത് മാത്രം ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പഠിച്ചോളുക. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ അലോട്രോപിക് ഫോംസ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പൊതുവേ കോവലൻ്റ് ബോൺസ് ആണെങ്കിൽ അത് വളരെ ഹാർഡായിരിക്കും. ഇൻസുലേറ്റേഴ്സ് ആണ്. ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ഉള്ളതാണ്. എക്സാമ്പിൾ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക. പിന്നെ കാർബണിൻ്റെ തന്നെ അലോട്രോപിക് ഫോംസ് ആയ ഡയമണ്ട്. ഗ്രാഫൈറ്റിന് മാത്രം ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യണം. ദെൻ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സിനകത്തുള്ള ബോണ്ട് മെറ്റാലിക് ബോണ്ടാണ്. മെറ്റാലിക് ബോണ്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അയോൺസിന് ചുറ്റും സി ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. അത് വളരെ ഹാർഡ്, മെറ്റലിൻ്റെ ക്യാരക്ടർ എല്ലാം തന്നെ കാണും. ഹാർഡ്, മാലിബിൾ, ഡക്റ്റൈൽ ഒക്കെയാണ്. മെറ്റൽസ് ആയതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് കണ്ടക്റ്റീവ് ആയിരിക്കും. ഫെയർലി ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ആണ്. എല്ലാ മെറ്റൽസും അയൺ, കോപ്പർ പോലുള്ള എല്ലാ മെറ്റലുകളും നമുക്ക് മെറ്റാലിക് സോളിഡ്സിനകത്ത് എടുക്കാൻ പറ്റും. ദെൻ അടുത്ത മോളിക്കുലാർ സോളിഡ്സ്. ഇത് 3 ടൈപ്പാണ് വരുന്നത്. മോളിക്കുലാർ സോളിഡ്സ് 3 ടൈപ്പ് ബോൺസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ്. അപ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് 3 ടൈപ്പ് വരുന്നുണ്ട്. ആ 3 ടൈപ്പ് വരുന്നതിനനുസരിച്ച് നമുക്ക് 3 ടൈപ്പ് മോളിക്കുലാർ സോളിഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് വരുന്ന മോളിക്യൂൾസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ആർഗൺ, അയഡിൻ പോലുള്ള മോളിക്യൂൾസ്. അവിടെയാണെങ്കിൽ പൊളാരിറ്റി ഒന്നുമില്ല, നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, മോളിക്കുലാർ സോളിഡ്സ് ആണ്, മോളിക്യൂൾസ് ആണുള്ളത്. ഇപ്പോൾ അയഡിൻ എടുത്തു കഴിഞ്ഞാൽ മതി. അയഡിൻ എന്ന് പറയുന്ന മോളിക്യൂൾസിനകത്ത് പൊളാരിറ്റി ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് അയഡിൻ മോളിക്യൂൾസിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് ആണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് ചില മോളിക്യൂൾസ് എടുക്കുമ്പോൾ അതിനകത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യാം. എക്സാമ്പിൾ സോളിഡ് HCl എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് H+ അയോൺസും Cl- അയോൺസും ഉണ്ട്. അപ്പം പൊളാരിറ്റി വരുന്നുണ്ട്. അപ്പോഴവിടെ ഫോഴ്സ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അത് സെക്കൻഡ് ടൈപ്പാണ്. ദെൻ അടുത്തതെന്ന് പറയുന്ന മറ്റൊരു മോളിക്യുലാർ ഫോഴ്സ് വരുന്നതാണ് ഐസ് എന്ന് പറയുന്നത്. ഐസിനകത്ത് H2O മോളിക്യൂൾസ് ആണുള്ളത്. അപ്പോൾ ആ മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ്, അവിടെയും പൊളാരിറ്റി ഉണ്ട്. ഹൈഡ്രജൻ വിത്ത് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് വരുന്ന സമയത്തെ ബോണ്ടിന് പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പം 3 ടൈപ്പ് മോളിക്കുലാർ ഫോഴ്സസ് ഉണ്ട്. അതിലെ ഹൈഡ്രജൻ ബോണ്ട് നിലനിൽക്കുന്നതിന് എക്സാമ്പിളാണ് ഐസ് എന്ന് പറയുന്നത്. അത് വളരെ ഹാർഡാണ്. ബാക്കി 2 പറഞ്ഞത് സോഫ്റ്റ്, ഇൻസുലേറ്റേഴ്സ് ആണ്, ലോ മെൽട്ടിംഗ് പോയിൻ്റ് ഉള്ളതുമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ അടുത്തതെന്ന് പറയുന്നത്
സോളിഡ്സിനകത്ത് പാക്കിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഈറ്റ എന്ന് പറയുന്ന ഒരു ടേം, അതിൻ്റെ ഡെറിവേഷനുണ്ട്. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സാധാരണ നമ്മൾ യൂണിറ്റ് സെൽ, ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് എടുക്കുന്നത്. സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. ഈ ഈറ്റ വാല്യൂവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഡെറിവേഷൻസും ഉണ്ട്. വളരെ റെയറായിട്ട് മാത്രമേ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്നിരുന്നാലും നിങ്ങളിതിൻ്റെ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കണം, അത്യാവശ്യം വേണ്ടതാണ്. ഇത് നമ്മുടെ പ്ലേലിസ്റ്റ്, അതായത് ഈ പാക്കിംഗ് എഫിഷ്യൻസിയെക്കുറിച്ചുള്ള ഡെറിവേഷൻസ് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി 3 ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. തീർച്ചയായിട്ടും അത് നോക്കിയാൽ നിങ്ങൾക്കതെല്ലാം മനസ്സിലാകും. ഇനി അടുത്ത പ്രോബ്ലം, ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിക്കുന്നൊരു പ്രോബ്ലം ഉണ്ട്, ഡെൻസിറ്റി ബേസ്ഡ്, ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട, ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. അത് ചെയ്ത വീഡിയോവും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കണം. എന്തായാലും സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയൊന്നോ നോൺ ഫോക്കസ് ഏരിയയൊന്നോ വേർതിരിവില്ലാതെ എല്ലാ പോർഷൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഇപ്രാവശ്യം നോൺ ഫോക്കസ് ഏരിയ പോയിന്റ്സ് ആയിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്, ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Z(m)/a³ എന്ന് പറയുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്ത വീഡിയോസ് ഇതിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.